ഡിയർ ഓപ്പറേറ്റേഴ്സ്, നമ്മുടെ എക്സ്ട്രാനെറ്റ് ഡിജിറ്റലിൻ്റെ IPTVയുടെ SMS പാനൽ എങ്ങനെ സ്വന്തമായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതിനുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി IPTVയുടെ ഈ SMS പാനലിൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും കിട്ടിയിട്ടുണ്ടാവും. ആരാണ് ഓൾറെഡി എഗ്രിമെൻറ്റ് കമ്പനിയായിട്ട് വെച്ചിട്ടുള്ളത്, IPTVയുടെ എക്സ്ട്രാ ഡിജിറ്റലിൻ്റെ IPTV ആയിട്ടുള്ള എഗ്രിമെൻറ്റ് ഓൾറെഡി വെച്ചവർക്ക്, എഗ്രിമെൻറ്റ് സൈൻ ചെയ്തവർക്കാണ് യൂസർ ഐഡിയും പാസ്വേഡും തരുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് അത് വെച്ചിട്ട് എങ്ങനെ ലോഗിൻ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഗൂഗിളിൽ കയറി ജസ്റ്റ് എക്സ്ട്രാ ഡിജിറ്റലിൽ നിന്ന് സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ ആ ഫസ്റ്റ് തന്നെ കാണുന്നത് എക്സ്ട്രാ ഡിജിറ്റലിൻ്റെ സൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് റൈറ്റ് സൈഡിലായിട്ട് പാർട്ട്ണർ ലോഗിനിൽ IPTV എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന റീഡയറക്റ്റ് ആവും IPTVയുടെ SMS സൈറ്റിലോട്ട്. എന്നിട്ട് യൂസർ എന്ന് പറഞ്ഞ ഇതിലാണ് നിങ്ങൾ ഓപ്പറേറ്റേഴ്സ് കയറേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓൾറെഡി തന്ന യൂസറും പാസ്വേഡും വെച്ച് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് യൂസർ കൊടുത്തിട്ട് ആണ് ഇതിൽ ലോഗിൻ ചെയ്യേണ്ടത്. അങ്ങനെ ലോഗിൻ ചെയ്ത് യൂസറാണെന്ന് ഉറപ്പ് വരുത്തണം. ബാക്കിയെല്ലാം കമ്പനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ബാലൻസ് എത്ര ഉണ്ട് നോക്കണം. കാരണം ഒരു പാക്കിന് മിനിമം പാക്ക് 70, 90 അങ്ങനെ പല റേറ്റിലാണല്ലോ വരുന്നത്. അപ്പോൾ ബാലൻസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ബാലൻസ് 0 ആണെങ്കിൽ ആ ബാലൻസ് നമ്മൾ ആദ്യം റീചാർജ് ചെയ്യണം. അപ്പോൾ റീചാർജ് ചെയ്യാൻ 2 വഴിയുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എക്സ്ട്രാ ഡിജിറ്റലിൻ്റെ QR കോഡിലോട്ടോ ബാങ്ക് അക്കൗണ്ടിലോട്ടോ ക്യാഷ് ഇട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഓപ്പറേറ്റർ സപ്പോർട്ടിലോട്ട് കൊടുത്താൽ ഓൾറെഡി അവർ മാനുവലായിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരും. അപ്പോൾ ഇവിടെ അത് എഫക്റ്റായിട്ട് വരും. അതല്ലെങ്കിൽ ഓൺലൈൻ റീചാർജ്, ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിൽ ഓൺലൈൻ റീചാർജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് കൊടുത്ത് ഇവിടെ എമൗണ്ടിൻ്റെ അവിടെ നിങ്ങൾക്ക് എത്രയാണോ ആക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ 70 കൊടുത്തു, പേ നൗ കൊടുത്തു. അപ്പോൾ നേരെ നമ്മളെ റീഡയറക്റ്റ് ചെയ്യും പേയ്മെൻറ്റ് ഗേറ്റ്വേയിലോട്ട്. അവിടെ നിങ്ങൾ ഏത് മെത്തേഡാണോ, UPI ആണെങ്കിൽ UPI, അങ്ങനെ അല്ലെങ്കിൽ ഏത് മെത്തേഡാണോ ചെയ്യേണ്ടത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്താലും ആ ബാലൻസിന് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ചെയ്യുന്ന എമൗണ്ട് അവിടെ എഫക്റ്റീവായിട്ട് വരും. അപ്പോൾ മാനുവലി ചെയ്താലും മറ്റേ രീതിയിൽ ചെയ്താലും അവിടെ ബാലൻസ് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഓൺലൈനാകുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം, മറ്റേത് ഇവിടെ അയച്ചു കൊടുത്ത് ചെയ്യണം എന്നുള്ള വ്യത്യാസം തന്നെ ഉള്ളൂ. അപ്പോൾ ബാലൻസ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്കൊരു ഹാർഡ്വെയർ കീ വേണം. അതായത് ഒരു സബ്സ്ക്രൈബർ ആണെങ്കിലും 1 ആണെങ്കിലും 50 ആണെങ്കിലും 100 പേരാണെങ്കിലും അത് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു കീ ഉണ്ട്. ഈ കീ വെച്ചിട്ടാണ് ഓരോരുത്തരെ ആക്റ്റീവ് ആക്കുന്നത്. അപ്പോൾ സപ്പോർട്ടിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എത്ര പേരെ ആക്റ്റീവ് ആക്കണം, ഒരാളാണെങ്കിൽ ഒരാൾ അത് പറഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്കൊരു കീ അസൈൻ ചെയ്ത് തരും. അതായത് ഇപ്പോൾ ഡിജിറ്റലിലാണെങ്കിൽ സെറ്റ് ബോക്സ് തരുന്ന പോലെ ഇതിൽ ഇപ്പോൾ വിർച്വൽ ആയതുകൊണ്ട് സെറ്റ് ബോക്സില്ല, പകരം ഒരു നമ്പറാണ്, ഒരു 8 അക്ക കീ നമ്പറാണ്. അത് നിങ്ങൾക്ക് ഓപ്പറേറ്റർ സപ്പോർട്ടിൽ വിളിച്ചിട്ട് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞാൽ അവരത് നിങ്ങൾക്കായിട്ട് അത് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്കായിട്ട് അത് അസൈൻ ചെയ്ത് തരും. അതിന് ശേഷം ഈ മാനേജ് ഐറ്റത്തിൽ പോയിട്ട് ഫ്രാഞ്ചൈസി ഇൻവാർഡിൽ പോകണം. ഇൻവാർഡിൽ പോയാൽ ഓൾറെഡി ഇപ്പോൾ വ്യൂ എന്നുള്ളത് ഞാൻ ഓൾറെഡി റിസീവ് ചെയ്തതാണ്. ഇനി ഓൾറെഡി റിസീവ് എന്ന് പറഞ്ഞാൽ പെൻഡിങ് കിടക്കുന്നത് ആണ് നമ്മൾ റിസീവ് ചെയ്യേണ്ടത്. അത് ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഈ പാനലിൻ്റെ ഓപ്പറേറ്റർ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പ്രകാരം ഒരെണ്ണം റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഒരെണ്ണം ഇവിടെ പെൻഡിങ് റിസീവിൽ വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ആ റൈറ്റ് സൈഡിലുള്ള വ്യൂവിലുള്ള റിസീവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു പാനലിലോട്ട് റിസീവ് ആവുന്നതിന് ഇവിടെ ഒന്നുകൂടെ കൺഫേം ചെയ്താൽ മതി. റിസീവ് കൊടുത്തു, അപ്പോൾ അത് മുകളിൽ സക്സസ് ആയി. ഇപ്പോൾ നമുക്ക് ഒരു കീ ആയി. അപ്പോൾ ഇനി നമുക്ക് ഒരാളെ നമുക്ക് ആക്റ്റീവ് ആക്കി കൊടുക്കാം. അങ്ങനെ എത്ര ക്വാണ്ടിറ്റി കിട്ടുന്നോ അത്ര ആക്റ്റീവ് ആക്കി കൊടുക്കാൻ പറ്റും. ജസ്റ്റ് സപ്പോർട്ട് വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അത് ഫ്രാഞ്ചൈസി ഇൻവാർഡ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് തൊട്ട് മുകളിലുള്ള ഡിവൈസ് പെയറിങ്ങിൽ പോയിട്ട്, പെയറിങ് നിർബന്ധമാണ്, അതും കൂടെ ചെയ്തിട്ട് വേണം നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെയറിങ്ങിൽ പോയിട്ട് STB കൊടുത്തിട്ട് ഈ ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്താൽ മതി. ലാപ്ടോപ്പാണെങ്കിൽ കൺട്രോളോ അല്ലെങ്കിൽ മൊബൈലാണെങ്കിൽ 4 പ്രസ് ചെയ്താൽ ആ നമ്പർ ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ താഴായിട്ട് ഈ കാണുന്ന പോലെ വരും. അപ്പോൾ താഴെ VC കൊടുക്കുക, VC നമ്പർ ജസ്റ്റ് കൊടുക്കുക, അത് സെലക്ട് ചെയ്യുക. രണ്ടും ഒരേ നമ്പർ തന്നെ ആയിരിക്കണം എന്ന് ഉറപ്പാണ്. STB നമ്പർ ഒറ്റ നമ്പർ ഉണ്ടാവുള്ളൂ, അത് STBക്കും VCക്കും കോമൺ ആയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കൊടുത്തതിന് ശേഷം സേവ് കൊടുത്താൽ മുകളിൽ സക്സസ് എന്ന് കാണിക്കും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇനി നമുക്ക് ഇത് അസൈൻ ചെയ്ത് കൊടുക്കാം. പുതിയ ഒരു സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ഡാഷ്ബോർഡിൽ പോയിട്ട് സബ്സ്ക്രൈബർ ലിസ്റ്റിൽ പോയിട്ട്
ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആഡ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നെയിം കൊടുക്കുക. ഇപ്പോൾ ജസ്റ്റ് ഡെമോ എന്ന് കൊടുക്കാം. ഡെമോ ടെസ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് 18 ഏജ് തികയുന്ന രീതിയിൽ ഏതെങ്കിലും പഴയ ഡേറ്റ് ഇട്ട് കൊടുത്താൽ മതി. കറക്റ്റ് കൊടുക്കുകയാണെങ്കിലും നല്ലത്. എന്നിട്ട് പിന്നെ അഡ്രസ്സിൻ്റെ അവിടെ അഡ്രസ് ലൈന് 1 അത് ശരിക്കും വീട്ടുപേര്, ലോക്കൽ അഡ്രസ്സ്, മെയിൻ അഡ്രസ്സ് ആ രീതിയിൽ തന്നെ പോകേണ്ടത്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ കൊച്ചിയിൽ നിന്ന് കൊടുത്തിട്ട് എന്നിട്ട് റൈറ്റ് സൈഡിലുള്ള ഇൻസ്റ്റലേഷൻ അഡ്രസ്സും അതും ഇതും സെയിം ആണെന്നുള്ള രീതിയിൽ ടിക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കൺട്രീൻ്റെ അവിടെ ഇന്ത്യ കൊടുക്കുക, സ്റ്റേറ്റിൻ്റെ അവിടെ കേരള കൊടുക്കുക, സോണിൻ്റെ അവിടെ കേരള സോൺ കൊടുക്കുക, സിറ്റി കൊച്ചി ആയതുകൊണ്ട് എറണാകുളം, ഏരിയ എറണാകുളം തന്നെ കൊടുക്കുക. എന്നിട്ട് ഏതാണോ ഡിസ്ട്രിക്റ്റ് അത് കൊടുത്താൽ മതി. എന്നിട്ട് താഴെ ഈ പറഞ്ഞ പോലെ പിൻകോഡ് നിർബന്ധമാണ്. ഫോൺ നമ്പർ ഏതാണോ ആ ഒരു സബ്സ്ക്രൈബർ ഫോൺ നമ്പർ അത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റണമായിരിക്കും. പിന്നെ താഴെ സെലക്ട് ബില്ലിംഗ് ടാക്സ് ടൈപ്പിൽ GST നിർബന്ധമായിട്ടും കൊടുക്കണം. എന്നിട്ട് ഏറ്റവും താഴെ സേവ് കൊടുക്കുക. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ ഡെമോ ടെസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ പച്ച ബട്ടണ് ഈ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്യാനും തൊട്ടടുത്തുള്ള വയലറ്റ് ബട്ടണ് ഈ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ആയിട്ടുള്ളതാണ്. പിന്നെ ഏറ്റവും താഴെ ആ ബ്ലാക്കിലുള്ളത് ജസ്റ്റ് ഡീറ്റെയിൽസിൻ്റെ ആണ്. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് യെല്ലോയും റെഡും ഐക്കൺസാണ്. അതിൽ യെല്ലോ നമ്മൾ പ്രസ് ചെയ്താൽ ഇതിൻ്റെ താഴായിട്ട് ഹാർഡ്വെയർ ഒന്നും അസൈൻ ആയിട്ടില്ല ഐറ്റം ലിസ്റ്റിൽ. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ഓൾറെഡി പെയർ ചെയ്ത് വെച്ചത് ഇതിലോട്ടും കൂടെ ഒന്ന് മാപ്പ് ചെയ്യണം. അതിന് ഏറ്റവും മുകളിൽ ഐറ്റത്തിൽ പോയി പെയറിങ് കൊടുത്തതിന് ശേഷം സീരിയൽ നമ്പറിൻ്റെ അവിടെ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലായിട്ട് STB നമ്പർ, VC നമ്പർ, ഐഫൺ എന്ന് പറഞ്ഞ് സെയിം നമ്പർ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആഡ് കൊടുക്കുക. ആഡ് കൊടുത്ത് റെക്കോർഡ് സക്സസ്ഫുള്ളി എന്ന് കണ്ടാൽ ഇപ്പോൾ കണ്ടില്ല ഐറ്റം ലിസ്റ്റിൽ കറക്റ്റ് ആ ഹാർഡ്വെയർ വന്നിട്ടുണ്ട്. ഇപ്പോൾ പെൻഡിങ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മിനിറ്റോളം, ഇത് ചിലപ്പോൾ മാക്സിമം 1 മിനിറ്റോളം നിങ്ങൾ നെറ്റിൻ്റെ സ്പീഡും എല്ലാം ബന്ധപ്പെട്ടിരിക്കും. ഇപ്പോൾ ഈ SMS പാനൽ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഫോണിൽ നിന്നും ഏത് നെറ്റിലും യൂസ് ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പെൻഡിങ് എന്ന് പറഞ്ഞത് ഒന്ന് ക്വിക്കായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബ്രൗസറിൻ്റെ റീഫ്രഷ് ബട്ടൺ പ്രസ് ചെയ്യേ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഡാഷ്ബോർഡിൽ പോയിട്ട് ഡയറക്റ്റ് ഡാഷ്ബോർഡിൽ പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം മുതൽ സബ്സ്ക്രൈബർ ലിസ്റ്റിൽ പോയാൽ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടാവും. എന്തായാലും ഒരു റീഫ്രഷോ അല്ലെങ്കിൽ ഒന്ന് പോയിട്ട് റിട്ടേൺ ഇതിക്ക് വരുന്നത് നന്നായിരിക്കും. ഇനി അതിൽ യെല്ലോ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി ഹാർഡ്വെയർ പെൻഡിങ് സക്സസ് ആയിട്ടുണ്ട്. ഇനി ആക്റ്റീവ് പാക്ക് എന്ന് പറഞ്ഞ ഒരു കാണാം. അതിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ പാക്ക് ആക്റ്റീവ് ആക്കാം. അല്ലെങ്കിൽ നേരത്തെ കാണിച്ചെന്ന ഐക്കണിൽ ഈ പറഞ്ഞ പോലെ റെഡ് ഐക്കൺ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് ഒറിജിനലായിട്ട് ശരിക്കും പാക്ക് ആക്റ്റീവ് ആക്കേണ്ടത്. അപ്പോൾ പാക്ക് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റിട്ടേൺ ബാക്ക് അടിച്ചിട്ട് ഈ വിമാക്സ് ഡെമോ ടെസ്റ്റിൻ്റെ ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ ഇതിൽ ബേസിക് പാക്കേജ് കിടക്കുന്നുണ്ട്. അപ്പോൾ ബേസിക് പാക്കേജ് എക്സ്ട്രാക്ട് ചെയ്യുക. അതിൻ്റെ തൊട്ട് റൈറ്റിൽ ആഡ് ഓൺ പാക്കേജ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് പാക്കേജ് വേണം. അപ്പോൾ ബേസിക് പാക്കേജ് എന്തായാലും നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് ഇതിലേതെങ്കിലും ഒരു പാക്കേജ് ആക്റ്റീവ് ആക്കാം. പിന്നെ ചാനൽസിൽ പോയാൽ അലാക്കാട്ടായിട്ട് എല്ലാ ചാനൽസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഒരുമിച്ച് ആക്റ്റീവ് ആക്കിയിട്ട് ഒരുമിച്ച് സേവ് ചെയ്യണം. അല്ലാതെ ഓരോന്നായിട്ട് ചെയ്താൽ അങ്ങനെയല്ല. ഈ സോഫ്റ്റ്വെയറിൽ ഒരുമിച്ച് ചെയ്തിട്ടാണ് സബ്മിറ്റ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് കറക്റ്റ് എമൗണ്ട് അതിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ 70 രൂപയുടെ പാക്കേജ് ആണെങ്കിൽ ഈ ആഡ് ഓൺ പാക്കേജും ബേസിക് പാക്കേജിൽ എക്സ്ട്രാക്റ്റ് ഒരുമിച്ച് നിന്നാൽ 70 രൂപ കറക്റ്റ് എടുക്കുള്ളൂ. അങ്ങനത്തെ രീതിയിൽ തന്നെ വേണം ചെയ്യാൻ. എന്തായാലും ബേസിക് പാക്കേജ് എക്സ്ട്രാക്റ്റ് നിർബന്ധമാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ നേരത്തെ നമ്മൾ യെല്ലോ ഐക്കണിൽ പോയപ്പോൾ ഉള്ള ഈ കാണുന്ന യെല്ലോ ഐക്കണിൽ പോയി കഴിഞ്ഞാൽ ആ ആക്റ്റീവ് പാക്കിൻ്റെ അവിടുത്തെ 0 എന്നുള്ളത് അവിടെ 1, 2, 3 ആയിട്ട് കാണിക്കും. എത്ര പാക്ക് ആക്റ്റീവ് ആക്കിയോ ആ ക്വാണ്ടിറ്റി അവിടെ കാണിക്കും. പിന്നെ REF എന്ന് പറഞ്ഞാൽ റീഫ്രഷാണ്. റീഫ്രഷ് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും എൻഡിലുള്ള ലോഗിൻ ഇൻഫോയിൽ പോയിട്ട് ആ ലോഗിൻ ഇൻഫോയിലുള്ള ലോഗിൻ ഐഡിയും പാസ്വേഡും കറക്റ്റായിട്ട് എടുത്തിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആപ്പിൽ ലോഗിൻ ചെയ്ത് എക്സ്ട്രാക്റ്റിൻ്റെ നെറ്റ് കണക്ട് ചെയ്താൽ ചാനൽ എന്തായാലും പ്ലേ ആവുന്നതായിരിക്കും. പാസ്വേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഒരു 10 ഫോൺ നമ്പർ കൊടുത്താൽ ഒന്നുകൂടെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും.